ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജി വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 3ാമത്തെ പാഠഭാഗം നമ്മൾ പൂർത്തിയാക്കിയിരുന്നു. 4ാമത്തെ പാഠഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിൽ 4ാമത്തെ പാഠഭാഗത്തിന്റെ പേര് വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എന്തിന് എന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജീവജാലങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഈ പാഠഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ജീവജാലങ്ങളെ എന്തിനു വർഗീകരിക്കുന്നു എന്ന ഒരു ചോദ്യമാണ് ആദ്യം നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് അവയെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു വർഗീകരണം നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ചെല്ലുകയാണ്. മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോ വിഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ടാവും. പച്ചക്കറികൾക്ക് ഒരു മേഖല, ഒരു വിഭാഗം ഉണ്ടാകും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് മറ്റൊരു വിഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാകും. ഫുഡ് ഐറ്റംസിന് മറ്റൊരു വിഭാഗം ഉണ്ടാകും. ബേക്കറി കാര്യങ്ങൾ മറ്റൊന്നുണ്ടാകും. മറ്റ് നമ്മുടെ ഗൃഹോപകരണങ്ങൾക്കായിട്ട് ഒരു മേഖല. അങ്ങനെ അവിടെയും ഒരു ക്ലാസിഫിക്കേഷൻ, തരം തിരിവാണ്. അങ്ങനെ അത് തരം തിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ അതിൽ നിന്ന് സാധനങ്ങൾ സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ഇതെല്ലാം ഒരുമിച്ചെടുത്ത് കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ ഇതെല്ലാം തപ്പണമായിരുന്നു. അങ്ങനെ വേണ്ട. അപ്പൊ ഇവിടെയും ജീവജാലങ്ങളെ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തരംതിരിക്കുന്നത്. ഇനി എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം? ആകൃതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, സഞ്ചരിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, കഴിക്കുന്ന ആഹാരത്തിന്റെ അടിസ്ഥാനം. അപ്പൊ പല രീതികളിൽ നമുക്ക് ജീവജാലങ്ങളെ തരംതിരിക്കാം. പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അതിൽ ഉപയോഗിക്കാം. മനസ്സിലാകുന്നുണ്ട്? പല തരത്തിലുള്ള ഇൻഡിക്കേറ്റർ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം ഞാൻ ഈ പാഠഭാഗത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ടാക്സോണമിക്കൽ കീ, ടാക്സോണമിക്കൽ കീകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ടാക്സോണമിക്കൽ കീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് used for the classification of organisms. ജീവജാലങ്ങളെ തരംതിരിക്കുവാനായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്, അവയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ടാക്സോണമിക്കൽ കീകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഏതൊരു ജീവിയെ ആയാലും, സസ്യമായാലും ജന്തുവായാലും ആരായാലും, അവരെ വർഗീകരിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങൾ, ആ സൂചകങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ടാക്സോണമിക്കൽ കീകൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ ഒരു ടാക്സോണമിക്കൽ കീക്ക് ഉദാഹരണമാണ് ഡൈകോട്ടമസ് കീ. മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഡൈകോട്ടമസ് കീ. ഇതിനെ നമ്മൾ ഡൈകോട്ടമസ് കീ എന്ന് വിളിക്കുവാനുള്ള കാരണം, ഈച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. ഈ ഡൈകോട്ടമസ് കീയിലെ ഓരോ സൂചകങ്ങൾക്കും ജീവജാലങ്ങളെ തരംതിരിക്കുവാൻ 2 പോസിബിലിറ്റീസ്, 2 സാധ്യതകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിൽ 2 സാധ്യതകളായി തരംതിരിക്കുവാൻ, ഒരു ജീവിയെ തരംതിരിക്കുവാൻ ഒരു സൂചകത്തിന് 2 സാധ്യതകൾ, 2 പോസിബിലിറ്റീസ് ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കീകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകോട്ടമസ് കീ. ഒരു ടാക്സോണമിക്കൽ കീക്ക് ഉദാഹരണമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൈകോട്ടമസ്. അപ്പൊ ആദ്യം നമ്മൾ ടാക്സോണമിക്കൽ കീ എന്താണെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് എ സയന്റിഫിക് ഇൻഡിക്കേറ്റർ, ശാസ്ത്രീയമായ ഒരു സൂചകമാണ് എന്ന് പറഞ്ഞു. എന്തിന് സഹായിക്കുന്നു? ക്ലാസിഫൈ ഓർഗാനിസംസ്, ജീവജാലങ്ങളെ തരംതിരിക്കുവാനായി ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ടാക്സോണമിക്കൽ കീ എന്ന് വിളിച്ചു. അത്തരത്തിൽ ഒരു ടാക്സോണമിക്കൽ കീക്ക് ഉദാഹരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൈകോട്ടമസ് കീ എന്ന് പറയുന്നു. നമ്മൾ നമ്മുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് തുടർന്ന് മുന്നോട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കണം. പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് അതിനെ പുറത്തു നിന്ന് എടുത്ത് കാര്യങ്ങൾ പറയുവാനായിട്ടൊന്നുമില്ല. പുസ്തകത്തിന്റെ ആവശ്യം വരുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ടാക്സോണമിക്കൽ കീയെ കുറിച്ചായിരുന്നു. ടാക്സോണമിക്കൽ കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ആൻഡ് ഐഡന്റിഫൈങ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സസ്യങ്ങളെയും ജന്തുക്കളെയും
തിരിച്ചറിയുവാനും വർഗീകരിക്കുവാനുമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെ വിളിച്ച പേരായിരുന്നു ടാക്സോണമിക്കൽ കീ. അത്തരത്തിലൊരു ടാക്സോണമിക്കൽ കീ ഉദാഹരണം നമ്മൾ പറഞ്ഞു ഡൈകോട്ടമസ് കീ എന്ന് പറയുന്ന ആർക്ക് ഉദാഹരണമായിട്ട് കണക്കാക്കാം? നമുക്കൊരു ടാക്സോണമിക്കൽ കീക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബയോളജിയുടെ ഒരു ശാഖയെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ടാക്സോണമി. എന്താണ് ടാക്സോണമി എന്ന് നമുക്കറിയാം. Taxonomy is the branch of biology which helps to classify the organisms on the basis of their similarities and differences. ജീവജാലങ്ങളെ അവയുടെ സാമ്യതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുവാനും and name them scientifically, ശാസ്ത്രീയമായിട്ട് അവർക്ക് പേര് നൽകുന്നു. രണ്ട് പരിപാടികൾ അവർ ചെയ്യുന്നു. ആദ്യം അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു, തുടർന്ന് സാമ്യതകളുടെയും വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു, തുടർന്ന് അവർക്ക് എന്ത് നൽകുന്നു? സയന്റിഫിക് നെയിം, ശാസ്ത്രീയമായിട്ട് പേരും നൽകുന്നു. ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ ബയോളജിയുടെ ഒരു ശാഖ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന്. സോ ദ ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി which helps to identify and classify the organisms on the basis of their similarities and differences. സാമ്യതകളുടെയും വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ആൻഡ് ഗിവ് നെയിം ഫോർ സയന്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് അവർക്ക് എന്ത് നൽകുന്നു? പേരും നൽകുന്ന നമ്മുടെ ബയോളജിയുടെ ശാസ്ത്ര ശാഖ, ആ ബയോളജിയുടെ ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കുന്നത്. കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പഠിക്കും. ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും എന്തുകൊണ്ടാണ് കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കുന്നത് എന്ന് തൊട്ടടുത്ത ടോപ്പിക്കിൽ തന്നെ നമ്മൾ വിശദമാക്കി പഠിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ നമ്മളിവിടെ സംസാരിച്ചത്. ഒന്നാമത് ജീവജാലങ്ങളെ തരംതിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. വളരെ വേഗത്തിൽ നമുക്ക് അവയെ എന്ത് ചെയ്യാൻ? തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം? പലതരത്തിലുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവയെ തരംതിരിക്കാം. നിറത്തിന്റെ രീതിയിൽ തരംതിരിക്കാം, ആകൃതി, ഫുഡ്, സഞ്ചരിക്കുന്ന രീതി, എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്കതിനെ, എവിടെ ജീവിക്കുന്നു, കരയിലാണോ വെള്ളത്തിലാണോ, അങ്ങനെയൊക്കെ പല രീതിയിൽ കൂടി നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാം. അത്തരത്തിൽ തരംതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ടാക്സോണമിക്കൽ കീ എന്ന് വിളിച്ചു. ടാക്സോണമിക്കൽ കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് used for identifying and classifying the plants and animals. സിംഗിളെയും ജന്തുക്കളെയും തിരിച്ചറിയുവാനും തരംതിരിക്കുവാനുമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെ നമ്മൾ വിളിച്ച പേരായിരുന്നു ടാക്സോണമിക്കൽ കീ. അത്തരത്തിൽ ഒരു ടാക്സോണമിക്കൽ കീക്ക് ഉദാഹരണം പറഞ്ഞു ഡൈകോട്ടമസ് കീ. ഡൈകോട്ടമസ് കീ എന്താണ്? ഡൈകോട്ടമസ് കീയുടെ പ്രത്യേകത? ഈച്ച് ഇൻഡിക്കേറ്റർ ഹാവ് ടു പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. അതിൽ ഓരോ സൂചകങ്ങൾക്കും ജീവജാലങ്ങളെ രണ്ടായി തരംതിരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. തുടർന്ന് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ്? ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി which helps to identify and classify the organisms എന്താണ്? on the basis of their similarities and differences. സാമ്യതകളുടെയും വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ തിരിച്ചറിയുകയും അവരെ വർഗീകരിക്കുകയും തുടർന്ന് ഒരു കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ട്, യു നെയിം ദം സയന്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് അവർക്ക് എന്തും കൊടുക്കുന്നു? പേരും കൊടുക്കുന്ന നമ്മുടെ ബയോളജിയുടെ ശാസ്ത്ര ശാഖയെ, നമ്മുടെ ശാഖയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ടാക്സോണമി എന്ന് വിളിച്ചു. ഇത്തരത്തിൽ ഈ ജീവജാലങ്ങളെ തിരിച്ചറിയുവാനും തരംതിരിക്കുവാനും ശാസ്ത്രീയമായി പേര് കൊടുക്കുവാനും അവർ ആ ജീവജാലങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കും. അവരുടെ ജനിതകപരമായ രീതി, അവരുടെ പൂർവികരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, പുറമേയും അകത്തുമുള്ള ഘടനകൾ, അവരുടെ ജീവിത രീതി, ഏത് ഭാഗത്താണ്, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഒരു ജീവിയെ കുറിച്ച് പൂർണ്ണമായി നല്ല രീതിയിൽ, തറവായ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ അവർ ഈ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? നടത്തത്തുള്ളൂ. ഇത്തരത്തിലുള്ള നമ്മുടെ ടാക്സോണമിയുടെ പിതാവായി നമ്മൾ കണക്കാക്കിയ വ്യക്തിയായിരുന്നു കോൾ ലിനിയസ് എന്ന സയന്റിസ്റ്റ്. സയന്റിസ്റ്റിന്റെ പേരെന്താണ്? കോൾ ലിനിയസ്. അദ്ദേഹത്തെയാണ് നമ്മൾ മോഡേൺ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം എന്നാണ് അടുത്തതായി നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും, പുസ്തകത്തിലെ പേജ് നമ്പർ 171 എന്ന് പറയുന്ന പേജ് നമ്പർ എടുക്കുക. അവിടെ നമുക്കൊരു 5 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുവാനുള്ളത്. അങ്ങനെ തന്നെ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൂടി നമ്മളത് പഠിപ്പിക്കുന്നത്. നമ്മുടെ ടാക്സോണമിയുമായി ബന്ധപ്പെട്ട്
നമുക്ക് ചില സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പേരും അവരുടെ കണ്ടെത്തലുകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞന്റെ പേരാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നോക്കാം. BC 384 മുതൽ 322 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്കുകാരനായ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ. നോക്കാം അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകതകളിലേക്ക് നോക്കാം. ഹി വിൽ കൺസിഡർഡ് ആസ് ഹി ഈസ് ദ ഫാദർ ഓഫ് ബയോളജി. ആരുടെ പിതാവായി കണക്കാക്കുന്നു? നമ്മുടെ ബയോളജിയുടെ ജീവശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയും. He classified the organisms into red blood and non-red bloods. ശരിയാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്? ജീവജാലങ്ങളെ തരംതിരിച്ചു. റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവ, ചുവന്ന രക്തമുള്ളവ, and those without red blood cells, ചുവന്ന രക്തം ഇല്ലാത്തത് എന്നിങ്ങനെ അദ്ദേഹം ജീവജാലങ്ങളെ തരംതിരിക്കുകയുണ്ടായി. രണ്ടായി തരംതിരി. അപ്പൊ ഒന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേരെന്തായിരുന്നു? ആരാണ് ഒന്നാമത്തെ ആള്? അരിസ്റ്റോട്ടിൽ എന്ന് കാലഘട്ടം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. BC 384 മുതൽ 322 കാലഘട്ടത്തിൽ ജീവിച്ച ഗ്രീക്കുകാരനായ സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. എന്ത് ചെയ്തു? അദ്ദേഹത്തെ നമ്മൾ ആരായി കണക്കാക്കി? നമ്മുടെ ബയോളജിയുടെ പിതാവായി കണക്കാക്കുന്നു. അദ്ദേഹം ജീവജാലങ്ങളെ രണ്ടായി തരംതിരിച്ചു. ജീവികളെ, അനിമൽസിനെ രണ്ടായി തരംതിരിച്ചു. ചുവന്ന രക്തമുള്ളത്, ചുവന്ന രക്തമില്ലാത്തത് എന്ന് തരംതിരിച്ചു. തുടർന്ന് രണ്ടാമത്തെ ശാസ്ത്രജ്ഞനിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് തിയോഫ്രാസ്റ്റസ്. അദ്ദേഹവും ഗ്രീക്കുകാരൻ തന്നെയാണ്. തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്ക് ശ്രദ്ധിക്കാം. BC 371 287 കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് ബോട്ടണി. സസ്യശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. And he classified the plants into annuals, biennials and perennials. സസ്യങ്ങളെ അദ്ദേഹം തരംതിരിച്ചു. ആനുവൽസ് വർഷത്തിൽ ഒരിക്കൽ ഫലം തരുന്നവ, ബൈനിയൽസ് 2 തവണ, പെരിനിയൽസ് 3-ൽ കൂടുതൽ. അങ്ങനെ അദ്ദേഹം സസ്യങ്ങളെ തരംതിരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബോട്ടണിയുടെ പിതാവായി കണക്കാക്കിയത്. രണ്ടുപേരെ കുറിച്ച് വെച്ചു. ഒന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേര് അരിസ്റ്റോട്ടിൽ, രണ്ടാമത്തെ ആളാണ് തിയോഫ്രാസ്റ്റസ്. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? തിയോഫ്രാസ്റ്റസ്. ആരാണ്? തിയോഫ്രാസ്റ്റസ്. അടുത്ത മൂന്നാമത്തെ ആളിലേക്ക് വരുന്നു. നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു സയന്റിസ്റ്റ് ചരകൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കാം. AD 1st century, 1-ാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദ ഫാദർ ഓഫ് ആയുർവേദ. എന്തിന്റെ പിതാവായി കണക്കാക്കുന്നു? ആയുർവേദത്തിന്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ചരകൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബുക്ക്, ഒരു തെസിസ് എഴുതുകയുണ്ടായി. ആ ബുക്കിന്റെ പേരാണ് ചരക സംഹിത. 200ഓളം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും പേര്, വിവരങ്ങളും അവയുടെ പ്രത്യേകതകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ചരക സംഹിത. തെസിസ് ആണ് അദ്ദേഹം, ഒരു തെസിസ് അദ്ദേഹം. ഇതിന്റെ പേരെന്താണ്? ചരക സംഹിത. അപ്പം 3 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ ആളുടെ പേര് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മൾ പറഞ്ഞു. ആരായി നമ്മൾ കൺസിഡർ ചെയ്യുന്നു? ബയോളജിയുടെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ. ചുവന്ന രക്തമുള്ളതെന്നും ചുവന്ന രക്തമില്ലാത്തതെന്നും ജീവികളെ രണ്ടായി തരംതിരിച്ച വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ. അടുത്ത വ്യക്തിയായിരുന്നു തിയോഫ്രാസ്റ്റസ്. ബോട്ടണിയുടെ പിതാവായി കണക്കാക്കുന്നു. സസ്യങ്ങളെ അദ്ദേഹം ആനുവൽസ്, ബൈനിയൽസ്, പെരിനിയൽസ് എന്ന് തരംതിരിക്കുന്നു. തുടർന്ന് മൂന്നാമത്തെ വ്യക്തിയാണ് അവരുടെ അരിസ്റ്റോട്ടിലും തിയോഫ്രാസ്റ്റസും ഗ്രീക്കുകാരനാണ്. അടുത്തതായി വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ചരകൻ, ഇന്ത്യക്കാരനാണ്. He is the father of ആയുർവേദ. എന്തിന്റെ പിതാവായി കണക്കാക്കുന്നു? ആയുർവേദത്തിന്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചരകൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു തെസിസ് എഴുതുകയുണ്ടായി. അതിന്റെ പേരെന്താണ്? ചരക സംഹിത എന്നാണ്. 200ഓളം വ്യത്യസ്തങ്ങളായ സസ്യ ജന്തു ജാലങ്ങളുടെ പേര്, വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ തെസിസ് പബ്ലിഷ് ചെയ്തത്. അടുത്തയാളാണ് ജോൺ റേ എന്ന് പറയുന്ന സയൻസ് ഇംഗ്ലണ്ടുകാരനാണ്. 1627 മുതൽ 1705 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടുകാരനായ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ജോൺ റേ. നോക്കാം അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ് ഇൻ ദ ബുക്ക്. 18,000-ലധികം സസ്യങ്ങളുടെ പേര്, വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയുണ്ടായി. പുസ്തകത്തിന്റെ പേര് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം എന്ന ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. 18,000-ലധികം സസ്യങ്ങളുടെ പേര്, വിവരങ്ങളാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തി. അതുമാത്രമല്ല സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആരാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ജോൺ റേ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അപ്പൊ ജോൺ റേയെ കുറിച്ചൊന്നും പറയുന്നു ഇംഗ്ലണ്ടുകാരനായ സയന്റിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. 18,000-ലധികം
സസ്യങ്ങളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ബുക്ക് പബ്ലിഷ് ചെയ്തത്. ബുക്കിന്റെ പേര് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം എന്ന ബുക്കാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. പിന്നെ അതേപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നതും ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോൺ റേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അടുത്തയാളാണ് കോൾ ലിനിയസ്. തൊട്ട് മുമ്പ് നമ്മൾ പറയുകയുണ്ടായി, കോൾ ലിനിയസിനെ നമ്മൾ ആരായി കണക്കാക്കി? ആധുനിക ടാക്സോണമിയുടെ പിതാവായിട്ട്, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കിയ വ്യക്തിയായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്ന കോൾ ലിനിയസ്. നോക്കാം നമുക്ക് എന്താണ് നോക്കാം. The father of modern taxonomy suggested the taxonomic hierarchy. ടാക്സോണമിക് ഹൈറാർക്കികൾ സജസ്റ്റ് ചെയ്തു. വിവിധങ്ങളായിട്ടുള്ള വർഗീകരണ തലങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന വിവിധങ്ങളായ വർഗീകരണ തലങ്ങളെ കുറിച്ച് അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തു തന്നു? പറഞ്ഞു തന്നു. മനസ്സിലാകുന്നുണ്ടോ? നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ്. ശാസ്ത്രീയമായിട്ട് പേര് നൽകുവാനുള്ള ഒരു മെത്തേഡ്, അതിനെ അദ്ദേഹം വിളിച്ചു ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായി പേര് നൽകുന്ന ഒരു മാർഗം കൂടി അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വിൽ കൺസിഡർഡ് ആസ് ഹി ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. അതുകൊണ്ട് ഇദ്ദേഹത്തെ ആധുനിക ടാക്സോണമിയുടെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നു. 5 സയന്റിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് അങ്ങോട്ട് ജീവികളുടെ വർഗീകരണത്തെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും കൂടെ റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് ജീവജാലങ്ങളുടെ വർഗീകരണ രീതികളെ കുറിച്ചായിരുന്നു. ടാക്സോണമിക്കൽ കീ, വർഗീകരണത്തിന് സഹായിക്കുന്ന സൂചകങ്ങളെ കുറിച്ചാണ് അല്ലെ. ടാക്സോണമിക്കൽ കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ജീവജാലങ്ങളെ, സസ്യങ്ങളെയും ജന്തുക്കളെയും വർഗീകരിക്കുവാനും തിരിച്ചറിയുവാനുമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെ വിളിച്ച പേരായിരുന്നു ടാക്സോണമിക്കൽ കീ. ശാസ്ത്രീയമായിട്ട് ജീവജാലങ്ങളെ വർഗീകരിക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന സൂചകങ്ങളെ നമ്മൾ വിളിച്ച പേരായിരുന്നു ടാക്സോണമിക്കൽ കീകൾ എന്ന് വിളിച്ചു. അതിനൊരു ഉദാഹരണമാണ് ഡൈക്കോട്ടംസ് കീ. ഡൈക്കോട്ടംസ്കിയുടെ പ്രത്യേകത പറഞ്ഞു, ഈച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് 2 പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ. എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? സെലക്ഷന് വേണ്ടി 2 പോസിബിലിറ്റീസ് കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നമ്മൾ ടാക്സോണമി എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞു. വിച്ച് helps to identify and classify the organism on the basis of their similarities and differences. സാമ്യതകളുടെയും വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ തരംതിരിക്കുകയും and give them scientifically and give name them scientifically. ശാസ്ത്രീയമായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു? പേരും കൊടുക്കുന്ന നമ്മുടെ ബയോളജിയുടെ ശാസ്ത്രശാഖയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് നമ്മൾ വിളിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ പിതാവായി നമ്മൾ കണക്കാക്കിയത് കോൾ ലിനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതിനുള്ള കാരണവും നമ്മൾ പറയുന്നുണ്ട്. തുടർന്ന് നമ്മൾ നമ്മുടെ ടാക്സോണമിയുമായി ബന്ധപ്പെട്ട്, വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ സംഭാവനകൾ നൽകിയിട്ടുള്ള 5 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ ആദ്യത്തെ വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് ബയോളജി. ആരുടെ പിതാവായി കണക്കാക്കുന്നു? ബയോളജിയുടെ പിതാവായി കണക്കാക്കുന്നു. And he classified the organisms with red blood cells and those without red blood cells. ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ എന്നിങ്ങനെ അദ്ദേഹം ജീവജാലങ്ങളെ 2ആയി തരംതിരിക്കുകയുണ്ടായി. അടുത്ത വ്യക്തിയാണ് തിയോഫ്രാസ്റ്റസ്. He is the father of botany. ബോട്ടണിയുടെ പിതാവായി കണക്കാക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ക്ലാസിഫൈ the plants into annuals, biennials and perennials. Annuals എന്നും ബൈനിയൽസ് എന്നും പെരിനിയൽസ് എന്നും ജീവജാലങ്ങളെ അദ്ദേഹം തരംതിരിച്ചു. തുടർന്ന് നമ്മുടെ ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞൻ വന്നു ചരകൻ. He is the father of Ayurveda. ആയുർവേദത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. He wrote a thesis. അദ്ദേഹം ഒരു thesis എഴുതുകയുണ്ടായി. Included 200 different types of plants and animals. 200 വ്യത്യസ്ത തരത്തിലുള്ള സസ്യ ജന്തുജാലങ്ങളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ബുക്ക് എഴുതിയത്. ബുക്കിന്റെ പേര് ചരക സംഹിത. ചരക സംഹിത. അടുത്തയാളായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? കോൾ ലിനിയസ് അല്ലേ. അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞു, അദ്ദേഹം ഒരു ബുക്ക് എഴുതി, ഒരു വലിയ ബുക്കാണ്. ഇൻക്ലൂഡഡ് അബൌട്ട് 18,000 ഡിഫറെന്റ് പ്ലാന്റ്സ്. വ്യത്യസ്തങ്ങളായ 18,000-ലധികം സസ്യങ്ങളുടെ പേര് വിവരങ്ങളും അതിന്റെ പ്രത്യേകതകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ബുക്ക് എഴുതിയത്. ബുക്കിന്റെ പേര് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം. മക്കളെ, പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ചരകൻ, വേർഡ് പെയർ ചോദിക്കാം. ചരകൻ, ചരക സംഹിത, കോൾ ലിനിയസ്, ജോൺ റേ ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എഴുതി വെക്കണം ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം എന്ന് എഴുതി വെക്കണം. അവസാനത്തെ ആളായിരുന്നു ആരെന്ന് പറഞ്ഞത്? കോൾ ലിനിയസ്.
അദ്ദേഹത്തെ നമ്മൾ ആരായി കണക്കാക്കി? മോഡേൺ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കിയ വ്യക്തിയായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത് കോളിനിയസ്. എന്താണ് അദ്ദേഹത്തെ മോഡേൺ ടാക്സോണമിയുടെ പിതാവായി കണക്കാക്കാനുള്ള കാരണം? അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ആദ്യം നമുക്ക് സജസ്റ്റഡ് ദ ടാക്സോണമിക്കൽ ഹൈറാർക്കി, വിവിധങ്ങളായ ജീവജാലങ്ങളുടെ വർഗീകരണ തലങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. എവിടെയൊക്കെ വർഗീകരിച്ചിരുത്തണം എന്ന് പറഞ്ഞു തന്നു. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി നമുക്ക് പറഞ്ഞു തന്നു. ദ്വിനാമ പദ്ധതി, ശാസ്ത്രീയമായിട്ട് ജീവജാലങ്ങൾക്ക് പേര് നൽകുവാനുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഈ പാഠഭാഗത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ ജീവജാലങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചാണ് പറയുവാനായിട്ടുള്ളത്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.